നമസ്കാരം. ആ മുപ്പത്തഞ്ച് വർഷമായി ചേട്ടത്തെ അനിയത്തിയും കൂടെ ഇങ്ങനെ മത്സരിച്ച് തുപ്പാൻ തുടങ്ങിയിട്ട്. കോവിലൊത്തുനിന്ന് ഇറങ്ങിപ്പോയി നസ്രാണിയെ കെട്ടുക പറഞ്ഞാൽ നിസ്സാര കാര്യം അല്ല പിന്നെ. കണ്ടല്ലോ നീ 10 ഗ്രാം മൂക്കുപൊടി വാങ്ങാൻ പറഞ്ഞിട്ട് നീ കൊണ്ടുവന്നത് 9 ഗ്രാം. നീ വലിച്ചോടാ. അയ്യോ എനിക്ക് ആ ശീലമില്ല. 10 ഗ്രാമിന് പോയിട്ട് 9 ഗ്രാം കൊണ്ടുവരുന്നവൻ 100 ഗ്രാമിന് പോയാൽ എത്ര കൊണ്ടുവരും? 90. 1000 ഗ്രാമിന് പോയാലോ 900. അപ്പൊ ഇത്രയും കാലം നീ എനിക്ക് ഉണ്ടാക്കി വെച്ച നഷ്ടം എത്രയാ? അതൊക്കെ ഞാൻ നിന്റെ ശമ്പളത്തിൽ നിന്ന് പിടിക്കാൻ തുടങ്ങിയാ നീ എത്ര കാലം ജോലി എടുക്കണം? അയ്യോ സ്വർണ്ണം ഒന്നും അല്ലല്ലോ ടിച്ചായ, മൂക്കുപൊടിയല്ലേ. എടാ, സ്വർണം മനുഷ്യൻ ദേഹത്ത് തൂക്കിയിടുന്നതാ. ശ്വാസം വലിക്കുന്ന മൂക്കിക്കൂടെ അകത്തോട്ട് വലിക്കുന്നതാ മൂക്കുപൊടി. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ജീവവായു പോലെ പ്രധാനം. മനസ്സിലായോ നിനക്ക്? എന്റെ സമയനഷ്ടവും മനക്ലേശവും ദ്രവ്യനഷ്ടവും കൂടെ ചേർത്ത് നിന്റെ ശമ്പളത്തിൽ നിന്ന് 5 രൂപ ഞാൻ പിടിക്കും. അയ്യോ കെട്ടിപ്പൊതിഞ്ഞു വെച്ചോ. മനുഷ്യര് സങ്കടം വന്നാൽ പോലും ചോദിക്കാൻ ആരുമില്ല. ഇതിലിത്ര ചോദിക്കാൻ എന്നതാടി മേരി? നീ നിന്റെ ചേച്ചിയെ കണ്ടു കാണും, അങ്ങോട്ടും ഇങ്ങോട്ടും തുപ്പിക്കാണും. അത് പതിവല്ലേ? ഞാനല്ല ആദ്യം തുപ്പിയത്. അപ്പോ അതിൽ നിനക്ക് ഫസ്റ്റ് കിട്ടാത്തതിന്റെ വിഷമം അല്ലയോടി? നിങ്ങൾ ഒറ്റ ആളെ കൊണ്ടാ എനിക്ക് കുഴപ്പം മുഴുവൻ ഉണ്ടായത്. അവൾ 5 എണ്ണത്തിനെയാ പ്രസവിച്ചത്. അക്കാര്യത്തിലെ ഞാൻ തോറ്റുള്ളൂ. അവിടെ 5 കുഞ്ഞിക്കാല് കണ്ടപ്പം വലിയ കാല് പോയില്ലേ? അങ്ങനെ ചത്തില്ലേ? ഇവിടെ നിനക്ക് ഞാനിരിക്കുമല്ലോടി മേരിക്കുട്ടി, വലിയ കാലുമായിട്ട്. കാലല്ല കാലൻ.